പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ രാത്രിയിൽ ഈ ആരാധന മുമ്പിൽ അനുഗ്രഹം യാചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വചനത്തിലൂടെ സ്നേഹിച്ചുകൊണ്ട് കടന്നു പോകുന്ന യേശുവിൻ്റെ ഒരു യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. ശിഷ്യന്മാരും സ്ത്രീകളും രോഗസൗഖ്യം കിട്ടിയവരൊക്കെ പിശാച് ഒഴിപ്പിക്കപ്പെട്ടവരൊക്കെ യേശുവിൻ്റെ കൂടെ നടന്നു. തന്നോട് ഓരം ചേർന്ന് നടന്നു, തന്നെ മുട്ടി നടന്നു. അവർ ചിരിച്ചും പാട്ടുപാടിയും ഭക്ഷണം കഴിച്ചും സന്തോഷിച്ചും നടക്കുന്നു. കർത്താവ് എന്നെ പറയാനുണ്ടായിരുന്നത് സ്നേഹത്തിൻ്റെ സുവിശേഷമായിരുന്നു. സ്വർഗരാജ്യം അതാണ്. ദൈവത്തിൻ്റെ കൂടെ ആടിയും പാടിയും ചിരിച്ചും സന്തോഷിച്ചും ദുഃഖങ്ങൾ പങ്കുവച്ചും ഭക്ഷണം കഴിച്ചും ഒക്കെ ജീവിച്ചു പോകുന്ന ഒരു ജീവിത ശൈലിയുടെ കഥയാണ് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഥ പറയുകയല്ല, ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ വചനം പറയുന്നത് യേശുവിന് കൂടെ അവർ നടന്നു. 12 ശിഷ്യന്മാർ, അവരുടെ കൂടെ സ്ത്രീകൾ, എല്ലാവർക്കും ഇടമുള്ള, എല്ലാവർക്കും വന്നു ചേരാൻ പറ്റുന്ന, എല്ലാവർക്കും സ്നേഹിക്കാൻ ഇടമുള്ള ദൈവത്തിൻ്റെ യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. വേറിട്ടൊരു യാത്ര. കഥ മുമ്പിലാകുമ്പോൾ ഈ കാലഘട്ടത്തിൽ വേർതിരിവുകൾ കൂടുമ്പോൾ, വിദ്വേഷം കൂടുമ്പോൾ, പക കൂടുമ്പോൾ, സ്വാർത്ഥത കൂടുമ്പോൾ എല്ലാവരും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സംസ്കാരം രൂപപ്പെടുകയാണ്. അവിടെയാണ് ഈ സ്നേഹത്തിൻ്റെ, ക്രിസ്തു സ്നേഹത്തിൻ്റെയൊക്കെ സംസ്കാരം വീണ്ടും വീണ്ടും ജീവിക്കേണ്ടത്. നമ്മൾ ക്രിസ്തു പറയാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ വിളി അതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രഘോഷിച്ചുകൊണ്ട് എല്ലാവരെയും കൂടെ നിർത്തി യാത്ര ചെയ്യാനുള്ള, അത് മരണം വരെയുള്ള യാത്ര, സ്വർഗം വരെയുള്ള യാത്ര, അവിടെ ഒരുമിച്ച് വീണ്ടും ആഘോഷിക്കാനുള്ള സ്വപ്നത്തോടെയുള്ള യാത്ര. ദൈവീ വചനം ഞങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ട്, ഞങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥന ഇതാണ്: കർത്താവേ, നീ ഞങ്ങളെ പഠിപ്പിച്ചു തന്നതാണ്. നീ ജീവിച്ചിരുന്ന കാലത്ത് ശിഷ്യന്മാരുടെ കൂടെ, സ്ത്രീകളുടെ കൂടെ, രോഗികളുടെ കൂടെ, പിശാച് ബാധിതരുടെ കൂടെ അവരൊക്കെ രക്ഷിച്ചുകൊണ്ട് നടന്നു പോയപ്പോൾ നീ പഠിപ്പിച്ചത് ഞങ്ങൾ വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട് എല്ലാവരും കൂടി സ്നേഹിച്ച് നടക്കുക. ഞങ്ങളുടെ പ്രാർത്ഥന ഇത് തന്നെയാണെന്ന്. അങ്ങനെ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിൻ്റെ ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. വീട്ടിലെല്ലാവരും സ്നേഹിക്കാനുള്ള ഹൃദയം, ചുറ്റുപാടും എല്ലാവരും സ്നേഹിക്കാനുള്ള ഹൃദയം, എല്ലാവരും ഉൾക്കൊള്ളാനുള്ള ഹൃദയം, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, സ്വാർത്ഥതയില്ലാത്ത ഒരു ജീവിതം ജീവിക്കാൻ, സന്തോഷത്തോടെ ആടിപ്പാടി എല്ലാവരും ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ സഹായിക്കണമേ എന്നാണ് ആശംസ, പ്രാർത്ഥന. കർത്താവ് ഞങ്ങളതിനെ അനുവദിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവൻ നിങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്നേഹം കൊണ്ട് മൂടണമേ. ഞങ്ങളുടെ ജീവിതം മുഴുവൻ കൃപ കൊണ്ട് മൂടണമേ. ഞങ്ങളുടെ ജീവിതം മുഴുവൻ നിൻ്റെ അതീവ രാജാനുഭവം കൊണ്ട് മൂടണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു.
ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.